ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിലിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അതായത് നമ്മളുടെ എക്സാമിൽ LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാമിൽ ഇമെയിൽ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഈ ക്ലാസ് നമ്മൾ 2 ക്ലാസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണേ. ബേസ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒന്നാമത്തെ ക്ലാസ് ആയിട്ടും കുറച്ചും കൂടെ ഡീപ്പ് ലെവൽ പഠിക്കുന്ന സെക്കൻഡ് ഫേസ് ക്ലാസ് എന്നുള്ള രീതിയിൽ 2 ക്ലാസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ്. അതിൽ നമ്മൾ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഇമെയിൽ എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ എന്താണ് ഇമെയിൽ എന്ന് നമുക്കറിയാം. എന്താണ് ഇലക്ട്രോണിക് മെയിലിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ഇമെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാ? റേ ടോമിൽസൺ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ റേ ടോമിൽസൺ ഇമെയിൽ എന്നൊക്കെ ഓർത്തിരിക്കുക, നമുക്ക് അറിയണതാണ്, ഒരുപാട് തവണ പഠിക്കുന്നതാണല്ലോ. ഇനി അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ മെയിൽ അയച്ചത്. ഓക്കെ, അപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് റേ ടോമിൽസൺ ആണ്. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ മെയിൽ അയച്ചിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത് QWERTY UIOP. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താ നോക്കി. QWERTY UIOP ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. എന്താ പ്രത്യേകത? നമ്മളുടെ കീബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ടോപ്പ് റോ ഉണ്ടല്ലേ, ആ ടോപ്പ് റോയിൽ അക്ഷരങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. QWERTY കീബോർഡ് എന്ന് ഓൾറെഡി നമുക്കറിയാം. ആ ടോപ്പ് റോയിലുള്ള ബാക്കി അക്ഷരങ്ങളാണ് UIOP. അപ്പോൾ QWERTY UIOP എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് അയച്ച ഒരു മെസ്സേജ്. അപ്പോൾ ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രിവിയേഷൻ ആണ് എന്തെന്ന് പറയുക, ഇമെയിൽ എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? റേ ടോമിൽസൺ ആണ്. ആദ്യത്തെ മെയിൽ അയച്ചതും അദ്ദേഹം തന്നെയാണ്. ആ മെയിൽ എന്തായിരുന്നു? QWERTY UIOP. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇമെയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത്. മെയിൽ അയക്കുക മാത്രമല്ല, ജസ്റ്റ് മെസ്സേജ് അയക്കുക മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, പിക്ചറും വീഡിയോയും ഓഡിയോയും ഒക്കെ അയക്കാനായിട്ട് പറ്റും. അതിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മെയിലിൻ്റെ കൂടെ പിക്ചർ, ഓഡിയോ, വീഡിയോ ഫയൽസ് ഒക്കെ അയക്കുന്നതിനാണ് നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുക. ഓർക്കുക, അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, അറ്റാച്ച്ഡ് ഫയൽ മീൻസ് അതിനകത്ത് എന്താണ്, ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കൂടെ വീഡിയോയോ ഓഡിയോയോ അല്ലെങ്കിൽ പിക്ചറോ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പിക്ചറോ ഓഡിയോ വീഡിയോ പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മെയിലിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുക. മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫയൽ സൈസ് എന്ന് പറയുന്നത് 25 MB ആണ്. ഇൻ കേസ് 25 MB കൂടുതലുള്ള ഫയൽ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ ഡ്രൈവിൽ ആ ഫയൽ സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്കാണ് നമ്മൾ മെയിൽ വഴി അയക്കാനായിട്ട് പറ്റുക. അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ മാത്രമേ നിലവിലുള്ളൂ. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 25 MB ആണ്. അതിൽ കൂടുതൽ സൈസ് ഉള്ളൊരു ഫയൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ഫയൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് മെയിലിൽ കൊണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. എന്താണ് ഇലക്ട്രോണിക് മെയിലിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇമെയിൽ. ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാ? റേ ടോമിൽസൺ ആണ്. ഫസ്റ്റ് മെയിൽ അയച്ചത് അദ്ദേഹമാണ്. QWERTY UIOP എന്നുള്ളതാണ് മെയിൽ. മെസ്സേജ് മാത്രമല്ല നമുക്ക് അയക്കാൻ പറ്റുക, എന്തും കൂടെ അയക്കാൻ പറ്റും. നമുക്ക് എന്തും കൂടെ അയക്കാൻ പറ്റും പറഞ്ഞേ? പിക്ചർ അയക്കാം, ഓഡിയോ അയക്കാം, വീഡിയോ അയക്കാം അല്ലേ? അപ്പം അങ്ങനെ പിക്ചർ, വീഡിയോ, ഓഡിയോ ഒക്കെ അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെന്നാ പറയുന്നത്? അറ്റാച്ച്മെൻ്റ് എന്നാണ് പറയാം. ഓക്കെ, അപ്പം മാക്സിമം അറ്റാച്ച്മെൻറ്റിൻ്റെ സൈസ് എത്രയാണ് പറയണേ? 25 MB ആണ്. ഓക്കെ, ഇനി നോക്കിയേ, ഒരുപാട് ടൈപ്പ് സർവീസ് പ്രൊവൈഡർമാരുണ്ട്. അതിൽ കുറേ എക്സാമ്പിളാണ് ജിമെയിൽ, യാഹൂ, റെഡിഫ് മെയിൽ. ഒരുപാട് ടൈപ്പുകളുണ്ട്, ഒരുപാട് കൈൻഡ് ഓഫ് സർവീസ് പ്രൊവൈഡർമാരുണ്ട്. അതിൽ എക്സാമ്പിളാണ് ജിമെയിൽ, യാഹൂ, റെഡിഫ് മെയിൽ എന്നൊക്കെ പറയുന്നത്. ഇനി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസാണ് ഏത്? ജിമെയിൽ. ഓക്കെ, ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ജിമെയിൽ സർവീസാണ് ഏത്? ജിമെയിൽ. ജിമെയിലിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നതാണ് പോൾ ബുച്ചേറ്റ്. ഓക്കെ, ഫൗണ്ടർ ഓഫ് ജിമെയിൽ എന്നറിയപ്പെടുന്ന, ഫാദർ ഓഫ് ജിമെയിൽ എന്നറിയപ്പെടുന്ന ആരാ? പോൾ ബുച്ചേറ്റ് ആണ്. ഇനി നോക്കുക, ഇമെയിൽ സർവീസ് പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസാണ് ഹോട്ട്മെയിൽ. ഹോട്ട്മെയിലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഹോട്ട്മെയിലിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് outlook.com എന്നാണ്. ഇനി ഹോട്ട്മെയിൽ കണ്ടുപിടിച്ചത് ആരാന്നുള്ളതൊരു ചോദ്യമാണ്. ആരാണ്? സബീർ ഭാട്ടിയ, ജാക്ക് സ്മിത്ത്. നോക്കിയേ, എന്തൊക്കെയാ പറഞ്ഞേക്കണേ? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് പറഞ്ഞേ? ജിമെയിൽ, യാഹൂ, റെഡിഫ് മെയിൽ, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി നോക്കിയേ, ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന
ഇമെയിൽ സർവീസ് ഏതാണ്? ജിമെയിൽ ആണ്. മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തേക്കണതോ ഏതാണ്? ഹോട്ട്മെയിൽ ആണ്. ഹോട്ട്മെയിലിന്റെ പേര് ഔട്ട്ലുക്ക് എന്ന് മാറ്റിയിട്ടുണ്ട്. outlook.com എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ഹോട്ട്മെയിൽ കണ്ടുപിടിച്ചത് ആരാ? സബീർ ഭാട്ടിയ, ജാക്ക് സ്മിത്ത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇനി നോക്കിയേ, നെക്സ്റ്റ് എന്താണ്? എന്തുകൊണ്ടാണ് ഹോട്ട്മെയിൽ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വെബ് ബേസ്ഡ് ഇമെയിൽ സിസ്റ്റം ആണ് ഹോട്ട്മെയിൽ. ആദ്യത്തെ ഫസ്റ്റ് വെബ് ബേസ്ഡ് ഇമെയിൽ സിസ്റ്റം ആണ് ഹോട്ട്മെയിൽ. മാത്രമല്ല ആദ്യത്തെ ഫ്രീ ഇമെയിൽ സിസ്റ്റം ആണ് ഏത്? ഹോട്ട്മെയിൽ. ഫസ്റ്റ് വെബ് ബേസ്ഡ് മെയിൽ സിസ്റ്റം ആണ് ഹോട്ട്മെയിൽ. അതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യമാണ് ആദ്യത്തെ ഫ്രീ ഇമെയിൽ സിസ്റ്റം ആണ് ഹോട്ട്മെയിൽ. ക്ലിയർ ആണല്ലോ. ഇനി rediff.com ഫൗണ്ട് ചെയ്തേക്കണ ആരാണ്? അജിത് ബാലകൃഷ്ണൻ. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. rediff.com എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡർ ഫൗണ്ട് ചെയ്തത് ആരാണ്? അജിത് ബാലകൃഷ്ണൻ. നോക്കാം. ഇനി ജിമെയിൽ കണ്ടുപിടിച്ച ഇയർ, അതുപോലെ ഹോട്ട്മെയിലിൻ്റെ ഇയർ, റെഡിഫ് മെയിലിൻ്റെ ഇയർ, മൂന്നും നോക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും വർഷങ്ങൾ പഠിക്കുക. ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തില്ല എന്നുണ്ടെങ്കിലും വർഷം കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ജിമെയിൽ കണ്ടുപിടിച്ച വർഷം എന്ന് പറയുന്നത്, ജിമെയിൽ ഇൻവെന്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2004 ഏപ്രിൽ 1 2004 ഏപ്രിൽ 1 ജിമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. 1996 ജൂലൈ 4 ഹോട്ട്മെയിൽ വന്നേക്കുന്നത്. 1997 ഫെബ്രുവരി 8 റെഡിഫ് മെയിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട്, ചോദിക്കട്ടെ, പറഞ്ഞേ, ജിമെയിൽ എന്നാ വന്നേക്കണേ? ജിമെയിൽ എന്നാ വർഷം ഓർത്തേ? 2004 ഏപ്രിൽ 1 അല്ലേ? 2004 ഏപ്രിൽ 1 ജിമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇനീഷ്യൽ റിലീസ് അല്ലേ? ഹോട്ട്മെയിൽ എന്നാ ജൂലൈ 4 1996. ഓക്കെ, 1996 ഹോട്ട്മെയിൽ വന്നേക്കുന്നത്. റെഡിഫ് മെയിലോ ഫെബ്രുവരി 8 1997 1997 ഫെബ്രുവരി 8 ക്ലിയർ അല്ലേ? 2004 ഏപ്രിൽ 1 ജിമെയിൽ, 1996 ജൂലൈ 4 ആരാണ്? ഹോട്ട്മെയിൽ, 1997 ഫെബ്രുവരി 8 റെഡിഫ് മെയിൽ. അപ്പോൾ ഇയർ കൃത്യമായിട്ട് ഓർക്കുക, ഡേറ്റ് മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് വോയിസ് മെയിൽ എന്നാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. വോയിസ് മെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കുന്ന പോലെ, ടെക്സ്റ്റ് അയക്കുന്നത് പോലെ നമ്മളുടെ ശബ്ദം എന്ത് ചെയ്യാം? മെയിലായിട്ട് അയക്കാം. അപ്പോൾ അങ്ങനെ അയക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ വോയിസ് മെയിൽ എന്ന് പറയുക. അപ്പോൾ ആ വോയിസ് മെയിലിൻ്റെ മറ്റ് പേരുകൾ പഠിച്ചിരിക്കണം. വോയിസ് മെസ്സേജ്, അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ബാങ്ക്. വോയിസ് ബാങ്ക് എന്നുള്ളത് കൂടുതൽ പേർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് സ്ട്രെസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. സോ വെബ് മെയിലിന്, വോയിസ് മെയിലിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വോയിസ് മെസ്സേജ് എന്ന് പറയുക, അല്ലെങ്കിൽ എന്താണ്? വോയിസ് ബാങ്ക് എന്ന് പറയുക. മെയിലായിട്ട് നമ്മളുടെ വോയിസ് നോട്ടുകൾ അയക്കാൻ കഴിയുന്നതിനെയാണ് വോയിസ് മെയിൽ എന്ന് പറയുക. ഇനി അടുത്തതാണ് വെബ് മെയിൽ. ചില മൾട്ടിനാഷണൽ കമ്പനീസ് അവിടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിക്ക് അകത്ത് മാത്രം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന മെയിൽ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ടെസ്ല, TCS, അതുപോലെ ടാറ്റ LC, ഇൻഫോസിസ്, അങ്ങനെയുള്ള കമ്പനീസ്, വലിയ വലിയ MNC കമ്പനീസൊക്കെ അവരുടെ എംപ്ലോയീസിനിടയിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന രീതിയിലുള്ള മെയിൽ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെബ് മെയിൽ എന്ന് പറയുക. ഇനി ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അസിസ്റ്റൻ്റ് പോലെയാണ്. നമുക്ക് ഡെയിലി വരുന്ന മെയിലുകൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ എനേബിൾ ആക്കി തരുന്ന ഒരു പ്രൊവിഷനാണ് ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഇമെയിൽ ക്ലയൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൽ യൂസർ ഏജൻറ്റ്. ഇത് പഠിച്ചു വെക്കണം. MUA, മെയിൽ യൂസർ ഏജൻറ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജിമെയിലും ഔട്ട്ലുക്കിലൊക്കെ മെയിൽ വരും. ഈ മെയിൽ നമ്മൾ ബ്രൗസർ എടുത്ത് ലോഗിൻ ചെയ്ത് നോക്കുന്നതിനേക്കാൾ എളുപ്പം സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ എനേബിൾ ചെയ്യുന്ന പ്രൊവിഷൻസിനെയാണ് നമ്മൾ ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറയുക. മോസില്ല തണ്ടർബേർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഇമെയിൽ ക്ലയൻറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, മോസില്ല തണ്ടർബേർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഇമെയിൽ ക്ലയൻറ്റിന് എക്സാമ്പിളാണ്. ഇനി നോക്കിയേ, സ്പാം 3 ടേം പഠിക്കാനുണ്ട് ഇവിടെ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്പാം, പിന്നൊന്ന് സ്പിം, പിന്നൊന്ന് സ്പിറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പാം എന്താണെന്ന് പഠിക്കാം, പിന്നെ എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എന്താണ് സ്പാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയേ, സെയിൽസ് പ്രൊമോഷണൽ അഡ്വർടൈസിങ് മെയിൽ.
അതിനെയാണ് നമ്മൾ സ്പാം എന്ന് പറയുക. നോക്കിയേ, സെയിൽസ് പ്രൊമോഷണൽ അഡ്വർടൈസിങ് മെയിൽ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പാം എന്ന് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു ഫുൾ ഫോം ആണ് സൈമൾട്ടേനിയസ്ലി പോസ്റ്റഡ് അഡ്വർടൈസിങ് മെസ്സേജ്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് എന്താ, അഡ്വർടൈസിങ് ആണ് അല്ലേ. ഓക്കെ, അഡ്വർടൈസിങ് ആണ്. നോക്കുക, അപ്പോൾ ഒരു പ്രൊഡക്റ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന അൺവാണ്ടഡ് മെസ്സേജസ് അല്ലെങ്കിൽ മെയിൽസിനെയാണ് നമ്മൾ സ്പാം എന്ന് പറയാം. അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഓർത്തിരിക്കുക, നോൺ റിക്വസ്റ്റഡ്, അൺറിക്വയർഡ് അല്ലെങ്കിൽ അൺഡിസൈർഡ്, നോൺ റിക്വസ്റ്റഡ് മെയിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പാം എന്ന് പറയാം. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ബാഗോ മറ്റോ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്തെന്ന് വെക്കുക. സെർച്ച് ചെയ്തതിൻ്റെ പിറ്റേന്ന് തൊട്ട് നമുക്ക് മെയിൽ വരും, ഇതിന് ഇത്ര ഓഫർ ഉണ്ട്, അതിൻ്റെ പ്രൈസ് ഇത്ര റെഡ്യൂസ് ആയിട്ടുണ്ട്, ഇത് വാങ്ങിച്ച ഒരാളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ജങ്ക് മെയിൽസ് വന്നുകൊണ്ടേയിരിക്കും. ജങ്ക് മെയിൽസ് എന്ന് പറയുന്നൊരു ടേം ഓർത്തിരിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ജങ്ക് മെയിൽസ് അതായത് നോൺ റിക്വസ്റ്റഡ് മെയിൽസ് ആണ് എന്ത്, സ്പാം. അൺസോളിസിറ്റഡ് ഓർ അൺഡിസൈർഡ് ഓർ നോൺ റിക്വസ്റ്റഡ് മെയിൽസ് ആണ്, ഇമെയിൽസ് ആണ് എന്ത്, സ്പാം. സ്പാമിൻ്റെ ഫുൾ ഫോം എന്താ, സെയിൽസ് പ്രൊമോഷണൽ അഡ്വർടൈസിങ് മെയിൽ അല്ലെങ്കിൽ എന്താണ്, സൈമൾട്ടേനിയസ്ലി പോസ്റ്റ്ഡ് അഡ്വർടൈസിങ് മെസ്സേജ്. അപ്പോൾ അഡ്വർടൈസിങ് ആണ്, പ്രൊമോഷൻ കൊടുക്കണം ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ നമ്മൾ പറയാതെ തന്നെ നമുക്കിങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് മെയിലുകളാണ് ഏത്, ഇൻസ്റ്റൻറ്റ് ആൻഡ് ജങ്ക് മെയിൽസ് ആണ് സ്പാം എന്ന് പറയുന്നത്. ഇത് മെയിലാണെന്ന് ഓർക്കണം കേട്ടോ, സ്പാം. ഇനി അടുത്തത് നോക്കണം, സ്പിം. സ്പിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺവാണ്ടഡ് മെസ്സേജസ് ത്രൂ മൊബൈൽ. നമ്മളുടെ വാട്സപ്പിൽ അതുപോലെ നമ്മുടെ മെസ്സഞ്ചറിൽ, ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അവിടെ നമ്മൾ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ മെസ്സേജ് വരും അല്ലേ. ചിലത് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, ചിലത് നമുക്ക് ആവശ്യമില്ലാതായിരിക്കും. അങ്ങനെ ആവശ്യമില്ലാതെ വരുന്ന എന്താണ്, ഇതുപോലെയുള്ള പ്രൊമോഷണൽ മെസ്സേജസിനെയാണ് എന്തെന്ന് പറയുക, സ്പിം എന്ന് പറയാം. എന്താണ്, സെയിൽസ് പ്രൊമോഷണൽ അഡ്വർടൈസിങ് മെസ്സേജ് ഓർ മെയിൽ ഓവർ ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചർ. മെസ്സഞ്ചർ വഴിയുള്ള ഇതുപോലെയുള്ള അഡ്വർടൈസിങ് കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പിം എന്ന് പറയാം. മെസ്സഞ്ചർ എന്ന് ഓർക്കാം, മെസ്സേജ് ആയിട്ട് അയക്കും. മറ്റേത് മെയിലായിട്ട്, വെബ്സൈറ്റിൽ മെയിലായിട്ട് അയക്കും. ഇത് നമ്മുടെ ഫോണിൽ വാട്സപ്പിലോ മറ്റോ ആക്കിയിട്ട് മെസ്സേജ് ആയിട്ട് അയക്കും. ഓക്കെ, മറ്റത് മെയിലാണ്, ഇത് മെസ്സേജാണ്, ഫോണിൽ മെസ്സേജ് ആയിട്ട് അയക്കുന്നത്. ഇനി അടുത്തതാണ് സ്പിറ്റ്. സ്പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പാം ഓവർ ഇൻ്റർനെറ്റ് ടെലിഫോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ വഴി എന്ത് ചെയ്യും, ഇതുപോലെ അഡ്വർടൈസിങ് കോൾസ് വരും, ഇത്ര ഓഫറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് വരും. അങ്ങനെയുള്ള കോളുകളെയാണ് നമ്മൾ സ്പിറ്റ് എന്ന് പറയാം. അൺവാണ്ടഡ് ഇൻസ്റ്റൻറ്റ് ഫോൺ കോൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്പിറ്റ് എന്ന് പറയാം. അപ്പോൾ സോ സ്പാം ഓവർ ഇൻ്റർനെറ്റ് ടെലിഫോണി, ഇതുപോലെയുള്ള അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മളെ അറിയിക്കുന്നത് നമുക്ക് അൺവാണ്ടഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്പിറ്റ് എന്ന് പറയുക. സ്പിം എന്താണ്, മെസ്സഞ്ചർ വഴിയുള്ള ഇതുപോലെയുള്ള മെസ്സേജുകൾ നമുക്ക് അയക്കുന്നത്, ഫോണിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നതാണ് സ്പിം. സ്പാം എന്താണ്, മെയിലിലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ ഈ സ്പാമിന് ഒരു ഫോൾഡർ ഉണ്ട് മെയിലിൽ, സ്പാം എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസമാണ്. നമ്മൾ പറയാതെ വന്ന ആളായതുകൊണ്ട് 30 ദിവസം നമ്മുടെ മെയിലിൽ കിടക്കും. 30 ദിവസം കഴിയുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ സ്പാമിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ദിവസമാണ്. ഓക്കെ, അപ്പോൾ സ്പാം എന്താണ്, സ്പിം എന്താണ്, സ്പിറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കണേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമെയിലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും ബേസിക് ആയിട്ട് ആരാണ് കണ്ടുപിടിച്ചത്, സർവീസ് പ്രൊവൈഡർ ആരാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ഫൈൻ, താങ്ക് യു.